ചാനൽ. ഇന്ന് നമ്മളുള്ളത് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് ദൂരം അകലെയായിട്ടാണ്. അടിപൊളി സ്ഥലമാണ്. 50 രൂപയെ വരുന്നുള്ളൂ ടിക്കറ്റ് ചാർജ്. പക്ഷേ നമ്മുടെ ക്ലൈമറ്റ് കുറച്ച് മോശമായിപ്പോയി. ഇത്തിരി മഴയൊക്കെ ഉള്ളൊരു സമയത്താണ് നമ്മളിവിടെ വന്നത്. കുറച്ചുകൂടെ വെയിലുള്ളൊരു സമയമാണ് അടിപൊളിയായിരിക്കും. ഇന്ദിരാനഗറിൽ നിന്ന് ഒലേ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തിയത്. മുന്നേ പറഞ്ഞ പോലെ തന്നെ 50 രൂപ മാത്രമേ വരുന്നുള്ളൂ ടിക്കറ്റ് ചാർജ്. നമുക്ക് ഒരുപാട് കാണാനുണ്ട് കേട്ടോ, സമയം എടുത്ത് കാണാനുണ്ട്. എൻട്രൻസൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ നല്ല വലിയ പൂമരങ്ങളൊക്കെ കാണാം കേട്ടോ. നല്ല രീതിക്ക് കാറ്റുണ്ട്. റെയിൻ ട്രീ നടി മരത്തിൻ്റെ 2 പേരായിട്ടുണ്ടായിരുന്നു കേട്ടോ, സാമിനെയും സാമാനും. പിന്നെ അതേപോലെ തന്നെ റെയിൻ ട്രീ. ഒരു പ്രദേശം മുഴുവൻ ഇങ്ങനെ ഒരു കുട പോലെ നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ തന്നെ എന്ത് സുഖമാണെന്നറിയോ. പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ബോർഡുകൾ വെച്ചിട്ടുണ്ട് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ ഉള്ളത്. ഇതവിടെ കണ്ടൊരു ഗ്ലാസ് ഹൗസാണ്. അപ്പോൾ അതേ നമ്മൾ നടന്നേ കുറേ ഉണ്ട് കേട്ടോ നടക്കാൻ. പക്ഷെ കാണാനുണ്ട്. ഈ പ്രകൃതി സ്നേഹിയാണെങ്കിൽ പ്രത്യേകിച്ച് കുറേ മരങ്ങളുണ്ട്. മരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വട്ടത്തെ പിടിക്കാനുള്ള അത്രയ്ക്കും വലിയ മരങ്ങളാണ്. എൻ്റെ ബാക്കിലേ ഒരു മരം നിൽപ്പുണ്ടേ. എന്താ എനിക്കറിയില്ല. ഇത് കുറേ കായുണ്ട്. പോയി നോക്കാം നമുക്ക്. പേര് മാഞ്ഞു പോയി, എന്ത് മരമെന്നറിയില്ല. പക്ഷെ കാ കണ്ടപ്പോൾ നല്ല രസം തോന്നി. ഞാൻ ആദ്യം കമണ്ടലു ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതല്ല കേട്ടോ, ചെറിയ കായാണ് മരത്തിൻ്റേത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്.